So hello guys, welcome back. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു വാൾപേപ്പറുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കാണാൻ പറ്റും. ഇതുപോലത്തെ വാൾപേപ്പർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇങ്ങനെ ചില വെള്ളത്തിന്റെ എഫക്റ്റ് കിട്ടുന്നത്. പക്ഷേ ഇത് വെള്ളമല്ല. അപ്പോൾ ഒരു കളർഫുൾ ആയിട്ട് നല്ല രസമാണ് കാണുന്നത്. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോ. അപ്പോൾ അതുപോലത്തെ വാൾപേപ്പർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ഓഫ് ആയ സമയത്ത് നമുക്ക് ടച്ച് ചെയ്യാനെങ്കിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് ഓൺ ആയിട്ട് നമ്മുടെ വാൾപേപ്പറിലാണെങ്കിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നല്ല കിഡിലായിട്ട് വർക്ക് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നമുക്ക് നേരെ വീട്ടിൽ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി എനേബിൾ ചെയ്തെടുക്കുക. നേരെ വീട്ടിൽ കിടക്കാം. Aju Techno. ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിത് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോ ഒന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ കാണുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. നിങ്ങൾ ഫസ്റ്റ് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, അതുകൊണ്ട് മാത്രം നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധ്യത കിട്ടിയത്. അപ്പം സ്ക്രീൻ റെക്കോർഡ് കാര്യം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡിലേക്ക് കടക്കാം ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫ്ലൂയിഡ് സിമുലേഷൻ ആണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഡൗൺലോഡിങ് ഏകദേശം 11 MB ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആക്ഷൻ നമുക്ക് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീനാണ് ഫസ്റ്റ് ഓഫ് ഓൾ വന്നത്. ഒരു ഡോട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ തൊട്ടാൽ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഡോട്ട് വെച്ചാൽ അതിൻ്റെ സെറ്റിങ്സും കാര്യമൊക്കെയാണ്. ആപ്ലിക്കേഷൻ തുറന്ന മെയിൻ ഇൻ്റർഫേസ് വെച്ചാൽ ഇത് തന്നെയാണ്. വേറെ ഇൻ്റർഫേസും കാര്യമൊന്നും തന്നെയില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു കൊച്ചു വീഡിയോ ആണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ട് മാത്രമാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് എത്ര പേരിൽ ഒരു ടൈം യൂസ് ചെയ്യുകയാണെങ്കിലും അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചില ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് സംഭവം, അതിൻ്റെ സെറ്റിങ്സും കാര്യമൊക്കെ നോക്കാം. പിന്നെ ഇത് ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ മാത്രമല്ല, നമുക്ക് വാൾപേപ്പറിലേക്കും നമ്മുടെ ഹോം സ്ക്രീനിലേക്കും നമ്മുടെ ലോക്ക് സ്ക്രീനിലേക്കും മാറ്റാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കളറും കാര്യവും സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്പ്രെഡ് ആവാത്ത രീതിയിൽ കൊച്ചു ലൈൻസ് പോകുന്ന രീതിയിൽ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓണാക്കി ഓഫാക്കി കൊണ്ട് തന്നെ നമ്മുടെ സ്ക്രീനിൽ ബാക്ക്ഗ്രൗണ്ടിൽ ടച്ച് ചെയ്ത് നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി കുറക്കാം. കാരണം വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഡിസ്ക്ലെയിമർ പറയാൻ അല്ലെങ്കിൽ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ വേണമെങ്കിൽ നമുക്കിതിൽ ബാറ്ററി കുറച്ച് അവരെടുക്കും. അത്രേ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ സദാ ഫോട്ടോ വാൾപേപ്പറിനെ അപേക്ഷിച്ച് ലൈവ് വാൾപേപ്പർ ആകുമ്പം കുറച്ച് ഇൻ്റർനെറ്റ് അല്ല, നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ആപ്ലിക്കേഷന്. നമ്മുടെ ബാറ്ററി ലോസ് കുറച്ച് കൂടും. അത്രയും മാത്രമേ ഇതിൻ്റെ പ്രശ്നമുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഒരുപാട് തരത്തിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ഗൈസ്. ഓക്കെ, നമുക്ക് അതിൻ്റെ നല്ല HD, അൾട്രാ HD അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഹൈ ലോ എന്നൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് പിന്നെ അവിടെ സെറ്റ് ആസ് എ വാൾപേപ്പർ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് വാൾപേപ്പർ സെറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഹോം സ്ക്രീൻ ഉണ്ട്, പിന്നെ നമ്മുടെ ലോക്ക് സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഹോം സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം സ്ക്രീൻ ഗൈസ് നോക്കൂ ഗൈസ്, എന്താ രസം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാണ്ടാവും. റിയലി ആണ്, എക്സാക്ട്ലി നല്ലൊരു പെർഫെക്റ്റ് ലുക്കും കാര്യമൊക്കെ ഉണ്ട്. സോ വീട്ടിലൊക്കെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ്റെ പേര് വെച്ചാൽ Coinswitch Kubera എന്നാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് സിമ്പിളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി കിട്ടുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇത് വെച്ചാൽ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്ത് നടത്തുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി നിങ്ങൾ പേടിക്കുന്നത് വേണമെന്ന് വെച്ചാൽ പുതിയ RBIയുടെ പുതിയ റൂള് പ്രകാരം ഇന്ത്യയിൽ ലീഗലായതാണ് നമ്മുടെ ക്രിപ്റ്റോ കറൻസീസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. നിങ്ങളുടെ റിസ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. രണ്ടിലും അവൈലബിൾ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ 75 ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് മന്തിൽ മാത്രം ഏകദേശം 6 മില്യൺ ഡൗൺലോഡ്സ് ആണ് ഈ ആപ്ലിക്കേഷന് കിട്ടിയത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ KYC നോക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ഈസി ആയിട്ടുള്ള KYC ആണ്. നിങ്ങളുടെ ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു KYC തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ ഉണ്ട്. കസ്റ്റമർ കെയർ 24 ഹവേഴ്സും നല്ല റെസ്പോണ്ട് ചെയ്യുന്ന കസ്റ്റമർ കെയർ തന്നെയാണ്. പിന്നെ പറയാമെന്ന് വെച്ചാൽ പിന്നെ എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് റെഫർ ചെയ്യുന്ന കാര്യമൊക്കെ, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന കാര്യമൊക്കെ എന്തെങ്കിലും ഡൗട്ടും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലെല്ലാ ഡീറ്റെയിൽസും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ കൊച്ചു വീഡിയോ. ഈ ഫ്ലൂയിഡ് സിമുലേഷനിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സിമ്പിൾ മെത്തേഡാണ്. നിങ്ങൾ വീഡിയോ എടുത്താൽ മനസ്സിലായിട്ടുണ്ടാവും. ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ നേരെ ഔട്ട്ഡോറിലേക്കാണ് ഗൈസ്. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പം Coinswitch Kubera എന്നുള്ള ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആരും മറക്കരുത്, എന്തായാലും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ ഇൻഫോർമേറ്റീവ് വീഡിയോ Aju signing out.